തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നില ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ. റിവർ സഫാരിക്കായി കയാക്കിംഗ്, ബോട്ടിംഗ്, വഞ്ചി സഫാരി, സ്വാൻ പെഡൽ സർവീസുകൾ. രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം. വിനോദത്തിനായി കിഡ്സ് പാർക്ക്, പ്ലേ ഗ്രൗണ്ട്, ഹോഴ്സ് റൈഡിംഗ്, വാട്ടർ പൂൾ. നില ബോട്ട് ക്ലബ്. ആശാ വർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. ആശാ വർക്കർമാരുടെ സമരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് KPCCയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് ചേലക്കര സെൻട്രൽ പന്തം കൊളുത്തി പ്രകടനം നടത്തിയത്. ഈ സമരത്തിന് നേരെ ഈ ഗവൺമെന്റ് കണ്ണടയ്ക്കുന്ന അല്ലെങ്കിൽ അതിനെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ കാരണം രാഷ്ട്രീയം തന്നെയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ധാരണ ഈ കേരളത്തിലെ തൊഴിലെടുക്കുന്നവർ എല്ലാവരും തന്നെ ഇടതുപക്ഷത്തിൻ്റെ അനുയായികളാണ്. ഇടതുപക്ഷത്തിൻ്റെ എന്ന് പറയുമ്പോൾ CPMൻ്റെ അനുയായികളാണ്, CATUവിലെ അംഗങ്ങളാണ് എന്നാണ് അവരുടെ ധാരണ. അപ്പോൾ നമ്മളൊക്കെല്ലാം നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ അവരെ അടുത്ത് കാണാനും നോക്കിക്കാണാനും അവരുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, കോവിഡ് കാലത്ത് നമ്മുടെ വീട്ടിലെ അമ്മമാർ, സഹോദരിമാർ, വയസ്സായിട്ടുള്ള ആളുകൾ ജനൽപ്പാളിയിലൂടെ ആ മാലാഹ, ആ ആശാ വർക്കർ വരുന്നുണ്ടോ എന്ന് എത്തി നോക്കുന്ന കണ്ണുകൾ നമ്മുടെ മുന്നിലുണ്ട്, ചേലക്കരയിലുണ്ട്. ഈ ആശാ വർക്കർമാരാണ് ആ കോവിഡ് കാലത്ത് ആ കോവിഡ് എന്ന മഹാമാരിയെ തീർത്തും അവഗണിച്ചുകൊണ്ട് ദൈവം മാത്രം അവർക്ക് താങ്ങായി തണലായി ഉണ്ടായിരുന്നത്. അവരാണ് ഈ രാജ്യത്തെ മുഴുവൻ കോവിഡ് രോഗികളെയും ചികിത്സിക്കുകയും അവർക്ക് വേണ്ട മരുന്നുകൾ യഥാവിധി ദിവസവും വീട്ടിൽ ചെന്ന് രോഗിയെ കണ്ട് കാര്യങ്ങളറിഞ്ഞ് മരുന്ന് കൊടുത്ത് ഈ രാജ്യത്തെ കോവിഡ് പ്രവർത്തനങ്ങളിൽ മുന്നണി പോരാളികളായി നിന്നിരുന്നത് നമ്മുടെ ആശാ വർക്കർമാരാണ്. ആ ആശാ വർക്കർമാരെ ദൈവത്തിന് തുല്യം കാണുന്ന ജനതയാണ് ഈ രാജ്യത്ത് പല ഉൾപ്രദേശങ്ങളിലും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. CCV ന്യൂസ്, ചേലക്കര.